മോഡൽ എക്സാമിന് 98 അത്രയും വരുമായിരുന്നു, പക്ഷെ ഇത്രയും ഒരു മാർക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു. നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇത്രയും നല്ല പെർസെൻറ്റേജ് ഒരു അത്ഭുതമായിരുന്നു. സയൻസ് സ്ട്രിക്റ്റ് ഇവാലുവേഷൻ ആണെന്ന് അറിയായിരുന്നു, സോ അതുകൊണ്ടായിരിക്കും ഒരു മാർക്ക് പോയത്. സ്കൂളിലെ ഈ വർഷത്തെ ഹയസ്റ്റ് മാർക്കാണ്, പിന്നെ സ്കൂളിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്കാണ്. നമസ്കാരം. ഇത്തവണത്തെ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ജസ്റ്റ് ഒരു മാർക്ക് മിസ്സായി ആകെയുള്ള 500 മാർക്കിൽ 499 മാർക്ക് വാങ്ങി വിജയിച്ച ഒരു കൊച്ചു മിടുക്കിയുണ്ട്. കോട്ടയം ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ പ്ലാസഡ് വികാർ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ശ്രേയ മേരി മാർട്ടിനാണ് ആ കൊച്ചു മിടുക്കി. ആകെയുള്ള 500 മാർക്കിൽ ഒരു മാർക്കാണ് മിസ്സായിരിക്കുന്നത്. ശ്രേയ, ഫുൾ മാർക്കിന് ജസ്റ്റ് ഒരു മാർക്കാണ് മിസ്സായിരിക്കുന്നത്. അതെ, ഒരു മാർക്ക്. സന്തോഷമാണോ സങ്കടമാണോ ഉള്ളത്? ഭയങ്കര സന്തോഷം. സന്തോഷമാണ്. ഫുൾ മാർക്ക് നേടാൻ കഴിഞ്ഞില്ല? ഇല്ല, എന്നാലും ഇത്ര മാർക്ക് ലഭിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ? ലൈക്ക് മോഡൽ എക്സാമിന് 98 അത്രയും വരുമായിരുന്നു, പക്ഷെ ഇത്രയും ഒരു മാർക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പ്ലാസഡ് വിദ്യാവിഹാർ. അത് ക്ലാസ്സിലെ ടോപ്പറാണ്, സ്കൂളിലെ ടോപ്പറാണ്? ആ, സ്കൂളിലെ ടോപ്പർ. അമ്മയുടെ പേര്? ശരൺ. ഇതാണ് അമ്മ. സന്തോഷമാണ്. ഇങ്ങനെ മോളിങ്ങനെ ഇത്രയും ഉയർന്ന മാർക്ക് നേടുമെന്ന് വിചാരിച്ചിരുന്നോ? നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇത്രയും നല്ല പെർസെൻറ്റേജ് ഒരു അത്ഭുതമായിരുന്നു. ഒരു മാർക്ക് മിസ്സായതിനുള്ള വിഷമം കാണിച്ചോ മോള്? വിഷമം കാണിച്ചില്ല, അവള് നല്ല ഹാപ്പി ആയിരുന്നു. ഏത് സബ്ജക്റ്റിലാണ് ഒരു മാർക്ക് നഷ്ടമായത്? സയൻസിൽ. സയൻസ് എന്താ ടഫായിരുന്നോ? സയൻസ് സ്ട്രിക്റ്റ് ഇവാലുവേഷൻ ആണെന്ന് അറിയായിരുന്നു, സോ അതുകൊണ്ടായിരിക്കും ഒരു മാർക്ക് പോയത്. ഏറ്റവും എളുപ്പമുള്ള വിഷയം ഏതായിരുന്നു? ഏറ്റവും എളുപ്പം മാത്സ് ആയിരുന്നു. എങ്ങനെയാണ് മോള് രാവിലേക്ക് എഴുന്നേറ്റ് പഠിക്കുമോ? രാവിലെ പഠിക്കും, പിന്നെ അന്നത്തെ ടോപ്പിക്സ് തീരുന്നോടും വരെ ഇരുന്ന് അത് പഠിച്ചു തീർത്തിട്ടേ കിടക്കത്തുള്ളൂ. അങ്ങനെയായിരുന്നു. ഒരുപാട് ഉപദേശമൊക്കെ വേണ്ടി ഒരു വഴക്കൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ടോ? വഴക്കൊന്നും പറയേണ്ടി വന്നിട്ടില്ല. ആരാണ് ബ്രദറോ ആരാണ് സിസ്റ്റർ? സിസ്റ്ററുണ്ട്. സിസ്റ്റർ എൽഡസ്റ്റ് സിസ്റ്ററാ. അവളും സ്കൂളിൽ സെക്കൻഡ് ടോപ്പറായിരുന്നു. ഇപ്പം അവൾ മെഡിസിൻ പഠിക്കുക. എന്താണ് മോളുടെ ഭാവി പ്ലാൻ? ഒരു ഡേറ്റ അനലിസ്റ്റ്. ഇപ്പം എൻജിനീയറിങ്ങിൻ്റെ ബാച്ച് എടുത്തു, സോ അങ്ങനെയാണ്. പപ്പ വിദേശത്താണെന്ന് പറഞ്ഞിരുന്നു. പപ്പ ഇവിടെ എത്തും ഉടനെ? ഇപ്പോൾ ഉടനെ വരാൻ സാധ്യതയില്ല. എന്ത് പറഞ്ഞു? വളരെ സന്തോഷമാണ്. മോളെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? ഭയങ്കര സന്തോഷം. ലൈക്ക് എന്നെ എപ്പോഴും ഒരു ഗൈഡൻസും വിശ്വാസവും ഉള്ളത് അപ്പനായിരുന്നു, അതുകൊണ്ട് അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം അറിയിച്ചത്? ആദ്യം അറിയിച്ചത് അപ്പനായിരുന്നു. സന്തോഷമായി? ഭയങ്കര സന്തോഷം. സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. പ്ലാസഡ് വിദ്യാവിഹാറിലാണ് പഠിച്ചത്. അവിടുത്തെ അധ്യാപകർ നമ്മൾ ഏത് സമയത്ത് മോള് ഡൗട്ട് ചോദിച്ചാലും അത് ക്ലിയർ ചെയ്യുകയും വാട്സപ്പിൽ കൂടെയൊക്കെ നമ്മൾ ഡൗട്ട്സ് അയച്ചു കൊടുത്ത് അവരത് സോൾവ് ചെയ്ത് ആൻസേഴ്സ് രാത്രിയാണെങ്കിൽ പോലും അത് അയച്ചു കൊടുക്കും. അങ്ങനെ ഒത്തിരി സപ്പോർട്ട് സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എക്സാം ടൈമിലെ ടെൻഷനൊക്കെ ഓവർകം ചെയ്യാൻ ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എൽഡസ്റ്റ് സിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അപ്പം അവളും പറഞ്ഞു കൊടുക്കും ഇതൊക്കെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, ടെൻഷൻ അടിക്കേണ്ട, അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. സ്കൂളിലെ ഇപ്പോൾ ടോപ്പറാണ്? സ്കൂളിലെ ടോപ്പറാണ്. പേരൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പൽ ഫാദർ സ്കറിയെതിരേറ്റ് അതുപോലെ അധ്യാപകർ, ഇവർക്കെല്ലാവർക്കും മോളുടെ വിജയത്തിൽ വളരെ സന്തോഷവും അഭിമാനമാണ്. സ്കൂളിലെ ഈ വർഷത്തെ ഹയസ്റ്റ് മാർക്കാണ്, പിന്നെ സ്കൂളിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്കാണ്. അതെ.